മ്യാൻമറിൽ ആയിരക്കണക്കിന് പേരുടെ ജീവനെടുത്ത ഭൂകമ്പത്തിന് പിന്നാലെ ടോങ്ക ദ്വീപുകളിലും ഭൂകമ്പം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. റിക്ടർ സ്കെയിലിൽ 6.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ടോങ്ക ദ്വീപുകളിൽ അനുഭവപ്പെട്ടതെന്ന് ജർമ്മൻ റിസർച്ച് സെന്റർ ഫോർ ജിയോ സയൻസ് അറിയിച്ചിട്ടുണ്ട്. ഭൂകമ്പത്തെ തുടർന്ന് US സുനാമി മുന്നറിയിപ്പ് സംവിധാനവും സുനാമി മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട്. 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പം ഉണ്ടായതെന്ന് ജർമ്മൻ റിസർച്ച് സെന്റർ ഫോർ ജിയോ സയൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദക്ഷിണ പസഫിക്കിലെ ഒരു പോളിനേഷ്യൻ രാജ്യമാണ് ടോങ്ക. 170-ലധികം ദ്വീപുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവയിൽ പലതും ജനവാസമില്ലാത്തവയാണ്. മിക്ക ദ്വീപുകളിലും വെളുത്ത മണൽ നിറഞ്ഞ ബീച്ചുകൾ, പവിഴപ്പുറ്റുകൾ, ഇടതൂർന്ന ഉഷ്ണമേഖലാ മഴക്കാടുകൾ എന്നിവയുണ്ട്. പ്രധാന ദ്വീപായ ടോങ്ക ടാപു തടാകങ്ങളാലും ചുണ്ണാമ്പ് കല്ല് പാറക്കെട്ടുകളാലും ചുറ്റപ്പെട്ടിരിക്കുന്നതാണ്. രാജ്യത്തിന്റെ ഗ്രാമീണ തലസ്ഥാനമായ നുകു അലോഫ ബീച്ച് റിസോർട്ടുകൾ, തോട്ടങ്ങൾ, 1200-ലധികം പഴക്കമുള്ള ചരിത്ര പ്രസിദ്ധമായ പവിഴപ്പുറ്റ് കവാടമായ ഹാമോങ്ക മൗയി എന്നിവ ഇവിടെയുണ്ട്. വെള്ളിയാഴ്ചയാണ് മ്യാൻമറിലെ മണ്ഡാലയിൽ ശക്തമായ ഭൂകമ്പമുണ്ടായത്. 1700ഓളം പേരാണ് ഭൂകമ്പത്തിൽ കൊല്ലപ്പെട്ടത്. 3400-ലധികം ആൾക്കാരെ കാണാതായിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് വിവരം. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് അനുഭവപ്പെട്ടത്. നിരവധി ബഹുനില കെട്ടിടങ്ങൾ ഭൂകമ്പത്തെ തുടർന്ന് നിലംപൊത്തി. അതേസമയം ഇന്നും മ്യാൻമറിൽ തുടർചലനങ്ങൾ അനുഭവപ്പെട്ടിരുന്നു. മ്യാൻമറിലെ രണ്ടാമത്തെ വലിയ നഗരത്തിന് സമീപം ഞായറാഴ്ച 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പവും ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ചയുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് മ്യാൻമറിലെ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങളിൽ അടിയന്തര സംഘങ്ങൾ രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടെയാണ് ഭൂകമ്പമുണ്ടായത്. അതേസമയം ഇവിടെ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകളൊന്നുമില്ല. തകർന്ന പാലങ്ങൾ, റോഡുകൾ, ആശയവിനിമയ സംവിധാനങ്ങൾ, ആഭ്യന്തര യുദ്ധം എന്നിവ രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സമായിട്ടുണ്ട്. അതേസമയം ഭൂകമ്പത്തിന് ശേഷം മ്യാൻമർ ഒരു മാനുഷിക പ്രതിസന്ധി നേരിടുന്നുവെന്ന് റെഡ് ക്രോസ് ഉദ്യോഗസ്ഥരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏഷ്യയിൽ ഒരു നൂറ്റാണ്ടിലേറെ കണ്ടിട്ടില്ലാത്ത ഒരു തകർച്ചയാണ് മ്യാൻമറിൽ ഇപ്പോൾ കാണുന്നത്.